റിനു ഇത് SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണ് എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് കൃത്യമായി, അതായത് ഈ ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഈ കളമശ്ശേരി പോളി വിഷയത്തിൽ വന്നപ്പോൾ തന്നെ അവർ നിലപാടെടുത്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റൽ എന്ന് ഉറപ്പായും പറയുമെന്നും അവർക്കറിയാം. ഇക്കാര്യത്തിൽ അവരുടെ, അതായത് യൂണിറ്റ് ഭാരവാഹികൾ ആരെങ്കിലും ഈ പരിശോധന നടക്കുമ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ടോ? അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നിരവധി വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിനകത്തുണ്ട്. പക്ഷേ SFIയുടെ ഭാരവാഹികളായിട്ടുള്ളവർ ഒന്നും തന്നെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണവുമായി എത്തിയിട്ടില്ല. SFI പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് ഈ കഞ്ചാവ് ലഭിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണവും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം അവരുടെ ഒരു പ്രതികരണം ലഭിച്ചാൽ മതി. പക്ഷേ SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ SFIയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ എന്നുള്ളത് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ളവർ ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് എത്തുകയും ഇവിടെ സ്ഥിരമായി താമസിക്കാറുണ്ട് എന്നുള്ള ഒരു വിവരവും വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണ സംഭവങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നതുമാണ്. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം ഈ ഹോസ്റ്റലിൽ ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ വാർത്ത ആയി വിവാദമായത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതിനുള്ളിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. അതിനുശേഷം വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള പരിശോധനയൊന്നും തന്നെ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എക്സൈസിനോ. അതാണ് ഈ പരിശോധന നടക്കുമ്പോൾ ഇപ്പോൾ എക്സൈസിന്റെ പരിശോധന ഇന്നിപ്പോൾ ഒരു മിന്നൽ പരിശോധനയായി നടന്നു എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അകത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുമുണ്ടാകണം അല്ലേ റിനു? തീർച്ചയായും അതായത് രഹസ്യ വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി എക്സൈസ് സംഘം ഇതിനകത്തേക്ക് കയറുകയും പരിശോധന നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കഞ്ചാവ് പൊതി ചെറിയ തോതിൽ ലഭിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആ വിവരം തന്നെയാണ്. പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. അതിന് നിയമ നടപടികളുണ്ട്. എന്തായാലും ബെയിലബിൾ ഒഫൻസ് ആണ് എന്നുള്ളതാണ് എക്സൈസ് സംഘം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല. എന്തായാലും പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് ഇപ്പോൾ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. അത് ഒരു പൊതിയല്ല, ഒന്നിലധികം പൊതികളുണ്ട് എന്നുള്ളതും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉപയോഗിക്കുവാൻ വേണ്ടി, മറ്റ് കച്ചവടത്തിനോ വിതരണത്തിനോ ഒന്നുമല്ല, ഉപയോഗിക്കുവാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പരിശോധന ഇപ്പോൾ തുടരുകയാണ്. വലിയൊരു സംഘം, എക്സൈസ് സംഘം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പരിശോധന തുടരുകയാണ്. അല്പം മുമ്പ്, അതായത് ഏകദേശം നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇവിടുത്തെ പ്രാദേശിക CPM നേതാക്കളൊക്കെ തന്നെ ഈ ഹോസ്റ്റലിന് മുന്നിലുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ നമ്മളെ അടക്കം കാണുമ്പോൾ അവർ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ തന്നെ എക്സൈസിന്റെ വാഹനം അവിടെ നിന്ന് മാറ്റിയിടണമെന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ അവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ആ വാഹനം അവിടെ നിന്ന് മാറ്റിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വാർത്ത വന്നതോടുകൂടി ഇപ്പം വലിയൊരു ജനക്കൂട്ടം തന്നെ ഹോസ്റ്റലിന്റെ പുറത്തുണ്ട്. ഇവിടെ എന്തായാലും പരിശോധന ഇപ്പോൾ നിലവിൽ തുടരുകയാണ്. അതായത് റിനു, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയിൽ അവർക്ക് കഞ്ചാവ് പൊതി കിട്ടിയിട്ടുണ്ട്. അത് ഹോസ്റ്റലിലെ മുറിയിൽ നിന്നാണ്. അതെ, സ്ഥിരീകരിക്കാം നമുക്ക്. ഈ പാളയം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പൊതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാമെന്ന് തന്നെയാണ് എക്സൈസ് സംഘം പറയുന്നത്. പക്ഷേ അതിൻ്റെ അളവ് നമുക്ക് ലഭ്യമായിട്ടില്ല. ചെറിയ തോതിലുള്ള പൊതി മാത്രമാണെന്നുള്ളതാണ് എക്സൈസ് സംഘം പറയുന്നത്. അത് ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പിട്ട് എടുക്കാൻ വേണ്ടുന്ന കുറ്റം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. സുരിയ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റിനു, ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇപ്പോൾ 1 മണിക്കൂറോളം ആകുന്നു എക്സൈസ് സംഘം, സിറ്റി സംഘത്തിന്റെ നേതൃത്വത്തിൽ പാളയത്തെ ഈ മെൻസ് ഹോസ്റ്റലിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 50-ലധികം റൂമുകളുണ്ട് ഈ ഹോസ്റ്റലിൽ. അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളിലും, എല്ലാ മുറികളിലും പരിശോധന നടത്തുമെന്നാണ്. ഈ അവധി ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ നാട്ടിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആ റൂമുകളും തുറന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എക്സൈസ് സംഘം. വാർഡൻ ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. അവധിയാണ്, അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ഈ ഹോസ്റ്റലിലെ ജീവനക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ കൂടി സഹായത്തോടുകൂടി എല്ലാ റൂമുകളിലും പരിശോധിക്കുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പുറത്ത് വന്നതുമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധന നടത്തി പുറത്തേക്ക് വരുവാൻ വേണ്ടി തന്നെയാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സുജാ, നിലവിൽ പാളയത്തെ ഈ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പൊതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യം.